ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. ഇന്ന് പകലിൽ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് യേശു ആരാണ് എന്ന വിഷയത്തെക്കുറിച്ച് ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യൻ ആകും. കർത്താവായ യേശു ക്രിസ്തു തന്റെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന രംഗമാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. മത്തായി സുവിശേഷം 5, 6, 7 എന്നീ അധ്യായങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണങ്ങൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. ഇതേ വിഷയം ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ലൂക്കോസ് തന്റെ സുവിശേഷത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു. ലൂക്കോസ് 6:46 നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യനാകും എന്ന് ഞാൻ കാണിച്ചു തരാം. ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് തുല്യനാകും. മത്തായി പറയുന്നത് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യൻ എന്നാണ്. എന്നാൽ ലൂക്കോസ് പറയുമ്പോൾ ഒന്നുകൂടെ വ്യക്തമായിട്ട് താൻ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാനായി സാധിക്കുന്നു. ലൂക്കോസ് പറയുന്നത് എങ്ങനെയാണ്? ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന വ്യക്തി. ആ വ്യക്തിയുടെ പണിയെക്കുറിച്ചാണ് കർത്താവ് വിശേഷിപ്പിക്കുന്നതായി നമുക്ക് കാണാനായി സാധിക്കുന്നത്. ആഴെ കുഴിക്കണം. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന വ്യക്തിയാണ് യഥാർത്ഥമായ ബുദ്ധിമാൻ എന്നാണ് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഏതു കാര്യവും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്കിൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ. നമ്മളൊരു വീട് പണിയുന്നെങ്കിൽ, സഭ പണിയുന്നെങ്കിൽ, നമ്മുടെ ജീവിതം പണിയുന്നെങ്കിൽ, കുടുംബം പണിയുന്നുവെങ്കിൽ, ഏത് വിഷയമാണെങ്കിൽ പോലും നാം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പണി നടത്തുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. നാം അതാണ് ദൈവവചനത്തിൽ വായിക്കുന്നത്. ഞാൻ യഹോവയായ കർത്താവിനെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവന്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. എന്താണ് കുലുങ്ങാതിരിക്കാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, കർത്താവിനെ എന്റെ മുമ്പിൽ വെച്ച് ഞാൻ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. കർത്താവിനെ മുമ്പിൽ വെച്ച് യാത്ര ചെയ്യുന്ന ഒരുവൻ ലജ്ജിക്കുവാൻ, പരാജയപ്പെടുവാൻ, തോറ്റുപോകുവാൻ, തകർന്നു പോകുവാൻ, തരിപ്പണമാകുവാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവം അവനോട് കൂടെയുണ്ട്. ആകയാൽ ദൈവത്തിന്റെ ശക്തമായിരിക്കുന്ന സാന്നിധ്യം അനുഭവിക്കുന്നുകൊണ്ട് ഒരിക്കലും തോറ്റുപോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അത് യേശുവിന്റെ ഗിരിപ്രഭാഷണമാണ്. ആ ഗിരിപ്രഭാഷണത്തിലാണ് യേശു പറയുന്നത്, അടിസ്ഥാനമിട്ട് വീട് പണിയുന്നവൻ, അവനെ കുറിച്ചാണ് പറയുന്നത്. അവൻ ബുദ്ധിമാനായ വ്യക്തിയാണ്. ആ വീടിലേക്ക് കാറ്റടിച്ചു, തിരമാലകൾ അലച്ചു, വെള്ളം പൊങ്ങി, എന്നാൽ ആ വീട് വീണില്ല എന്ന് കർത്താവ് പറയുന്നു. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിപ്പാം. ദൈവം സഹായിക്കട്ടെ. എന്നാൽ ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ യേശുവിന്റെ നയപ്രഖ്യാപനമായിട്ടാണ് ഈ 5, 6, 7 അധ്യായങ്ങൾ നമുക്ക് കാണാനായി സാധിക്കുന്നത്. എന്നാൽ യേശുവിന്റെ നയപ്രഖ്യാപനം നമ്മൾ പഠിക്കുന്നതിന് മുന്നമേ യേശു ആരാണ് എന്ന് നമ്മൾ പഠിച്ചേ മതിയാവുകയുള്ളൂ. യേശു ആരാണെന്ന് പഠിച്ചെങ്കിൽ മാത്രമേ യേശുവിന്റെ നയപ്രഖ്യാപനം നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അടിസ്ഥാനമില്ലാതെ നമുക്കൊന്നും ചെയ്യാനായി സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ യേശു ആര് എന്ന് നമുക്ക് ചിന്തിക്കാം. മത്തായി സുവിശേഷകൻ എഴുതുന്നത് ഒരു ദൈവശാസ്ത്രപരമായ ഒരു പുസ്തകം താൻ അന്നത്തെ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറയുന്ന പോലെയുള്ള ഒരു ദൈവശാസ്ത്രപരമായ ഒരു പുസ്തകം എഴുതിയെന്ന് പറയാനായി നിവർത്തിയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് തന്നെ അതിന് എഴുതുവാൻ പ്രേരിപ്പിച്ചതുകൊണ്ട് തികച്ചും ദൈവശാസ്ത്രപരമായ നിലകളിൽ തന്നെയാണ് താന് ഈ പുസ്തകം എഴുതുവാൻ കാരണമായത്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നയപ്രഖ്യാപനം താൻ പ്രസ്താവിക്കുന്നത് 5, 6, 7 അധ്യായത്തിലാണെങ്കിൽ അതിന് മുൻപായിട്ട് താന് പറയുന്ന കാര്യം എന്നാ ചോദിച്ചാൽ, യേശു ആരാണ് എന്ന് താൻ വ്യക്തമാക്കുന്നതായി നമുക്ക് കാണാനായി സാധിക്കുന്നു. അത് നമുക്ക് കാണാനായി സാധിക്കുന്ന 1-ാം അധ്യായത്തിൽ നോക്കാം. 1-ാം അധ്യായത്തിൽ അതിന്റെ 18 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം. അവൻ തന്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട്
നീ അവന് യേശു എന്ന് പേരിടണം. മറിയയോട് പറയുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു ആരാണ്? അവൻ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനാണ്, പാപ വിമോചകനാണ് കർത്താവായ യേശു ക്രിസ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇന്ന് ലോകത്തിൽ അനേക അവതാരങ്ങൾ വന്നതായി നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. അവരെല്ലാം എന്തിനു വന്നു? നീതിമാന്മാരെ ശേഖരിച്ച് ദുഷ്ടന്മാരെ നിഗ്രഹിപ്പാൻ വന്നവരാണ്. എന്നാൽ യേശു ഈ ലോകത്തിൽ വന്ന് എന്തിനു വേണ്ടിയാണ്? നീതിമാന്മാരെ ശേഖരിപ്പാനല്ല, ദുഷ്ടന്മാരെ രക്ഷിപ്പാൻ വേണ്ടിയാണ് കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് വന്നത്. യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ, ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷക്തൻ എന്ന് തന്റെ ഔദ്യോഗികമായ നാമമാണ്. യേശു രക്ഷകൻ, വിമോചകൻ തന്റെ മാനുഷികമായ നാമമായിട്ടും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. യേശു എന്തിനു വന്നത്? യേശു വന്നത് നമ്മുടെ പാപങ്ങളെ മോചിപ്പാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് യേശു തന്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ തെളിയിച്ചതായി നമുക്ക് കാണാനായി സാധിക്കുന്നു. യേശു തന്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ രോഗികളെ സൗഖ്യമാക്കിയതായി നമുക്ക് കാണാനായി സാധിക്കുന്നു. കുഷ്ഠരോഗികളെ ശുദ്ധരാക്കിയതായി നമുക്ക് കാണാനായി സാധിക്കുന്നു. കരയുന്നവരുടെ കണ്ണുനീര് തുടച്ചതായി നമുക്ക് കാണാനായി സാധിക്കുന്നു. വിശന്നവന് അപ്പം കൊടുത്തതായി നമുക്ക് കാണാനായി സാധിക്കുന്നു. കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തതായി നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. മുടന്തരെ നടക്കുമാറാക്കിയ കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ഈ ലോകത്തിൽ വന്നതായ സമയത്ത് ഐഹികമായ തന്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ യേശു രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. യേശു കുഷ്ഠരോഗികളെ ശുദ്ധരാക്കിയിട്ടുണ്ട്. യേശു കരയുന്നവരുടെ കണ്ണുനീര് തുടച്ചിട്ടുണ്ട്. യേശു അപ്പം കൊടുത്തിട്ടുണ്ട്. യേശു കുരുടർക്ക് കാഴ്ച കൊടുത്തിട്ടുണ്ട്. മുടന്തരെ നടക്കുമാറാക്കിയിട്ടുണ്ട്. എന്നാൽ യേശു വന്നത് എന്തിനു വേണ്ടിയല്ല? രോഗികളെ സൗഖ്യമാക്കാൻ വേണ്ടിയല്ല. യേശു ഈ ലോകത്തിലേക്ക് വന്നത് കുഷ്ഠരോഗികളെ ശുദ്ധരാക്കാൻ വേണ്ടിയല്ല. യേശു ഈ ലോകത്തിലേക്ക് വന്നത് കരയുന്നവരുടെ കണ്ണുനീര് തുടയ്ക്കാനല്ല. യേശു അപ്പം കൊടുക്കാൻ വേണ്ടിയല്ല യേശു വന്നത്. യേശു എന്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യനെ തന്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. ഒന്നുകൂടെ വ്യക്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യേശു ഈ ലോകത്തിൽ പാപങ്ങളെ മോചിക്കാൻ വന്നപ്പോൾ യേശു രോഗികളെ സൗഖ്യമാക്കിയതാണ്. യേശു അപ്പം കൊടുത്തതാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു വന്നതിന്റെ ഉദ്ദേശം പാപങ്ങളെ മോചിക്കാനാണ്. എന്നാൽ പാപങ്ങളെ മോചിക്കാൻ വന്ന യേശു ക്രിസ്തുവിന്റെ പാക്കേജ് ആയിരുന്നു ഈ രോഗികളെ സൗഖ്യമാക്കിയതും ഈ കുഷ്ഠരോഗികളെ ശുദ്ധരാക്കിയതും കരയുന്നവരുടെ കണ്ണുനീര് തുടച്ചതും. അന്നെന്ന പോലെ ഇന്നും യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്നും യേശു അടയാളങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഇന്നും യേശു രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഇന്നും കരയുന്നവന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, യേശു ലോകത്തിൽ വന്നത് കരയുന്നവരുടെ കണ്ണു തുടയ്ക്കാനല്ല എന്ന് തോന്നിയാലും ഇന്നും യേശുവിന്റെ പ്രധാനമായിരിക്കുന്ന ലക്ഷ്യം നമ്മുടെ പാപങ്ങളെ മോചിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രശ്നങ്ങളുടെ പ്രധാന കാര്യമെന്ന് പറയുന്നത് നമ്മുടെ പാപമാണ്. അപ്പോൾ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ യേശു വന്നപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ, ഭൗതിക വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാൻ ദൈവം ശക്തനായിരിക്കുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സ്നേഹിതരെ, ഇന്ന് നീ തകർന്ന ഒരു ഹൃദയത്തിലുടമയാണെങ്കിൽ, നീ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ജീവിതത്തിൽ നിരാശയുടെ ആഴത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് അറിയാതെ വഴിമുട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിന്റെ വചനത്തിനുമേൽ ഞാൻ ഓർപ്പിക്കുകയാണ്, നിന്റെ സകല പ്രശ്നത്തിനും പരിഹാരം തരുവാൻ കഴിയുന്ന ഒരു യേശു ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചു മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. എന്നാൽ പല വ്യക്തികളെ സംബന്ധിച്ച് നോക്കിയാൽ അവര് ഇന്നും ജീവിക്കുന്നവരാണോ എന്ന് ചിന്തിച്ചു നോക്കണം. യേശു ഇന്നും ജീവിക്കുന്നവനാണ്. സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന യേശുവിനെയാണ് നമുക്ക് ദർശിപ്പാൻ കഴിയുന്നത്. യേശു മരിച്ചതുകൊണ്ടോ അടക്കപ്പെട്ടതുകൊണ്ടോ യേശു ഉയർത്തെഴുന്നേറ്റുകൊണ്ടോ മാത്രമല്ല പ്രാധാന്യം, അവൻ ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമായിരിക്കുന്ന വിഷയം. ഇന്ന് പകൽക്കാലം ഈ യേശു ക്രിസ്തുവിനെ നാം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, യേശുവിനെ വിളിച്ചപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ, യേശുവിനോട് നിന്റെ സങ്കടം പറയാൻ തയ്യാറാണെങ്കിൽ, യേശുവിനോട് നിന്റെ വേദന പറയാൻ തയ്യാറാണെങ്കിൽ, അവൻ നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്റെ അടുക്കിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. ഒരു കുരുടൻ യേശുവിനോട് നിലവിളിക്കുകയാണ്, യേശുവിനോട് കരയുകയാണ്. മുൻ നടക്കുന്നവരോട് പറഞ്ഞു, കുരുടാ നീ മിണ്ടാതിരിക്കാൻ. എന്നാൽ അവന്റെ നിലവിളി യേശു കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന
ഈ സമയത്ത് നമ്മൾ ചിന്തിക്കണം, നമ്മുടെയൊക്കെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. കണ്ണുണ്ടെങ്കിലും കാണാത്ത ദൈവത്തെ അല്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത ദൈവത്തെ അല്ല, നമ്മുടെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. യാഥാർത്ഥ്യം തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സങ്കടങ്ങൾ അറിയാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നാം ദൈവജനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, 1 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. എല്ലാവർക്കും യോഗ്യമായ ഒരു കാര്യം, ഒരാവശ്യം ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് പാപമോചനം എന്ന് മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. എന്താ കാര്യം? എന്താണ്? നാം റോമാലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും പാപം ചെയ്തു. അപ്പോൾ എല്ലാവരും പാപം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ആവശ്യമായ കാര്യമാണ് പാപമോചനം എന്ന വിഷയം. അതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ ചിന്തിപ്പാൻ ദൈവം സഹായിക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.